ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട് എല്ലാം കിഴിക്കാത്തതിന്റെ കീഴിലേക്ക് പോവാം. യെസ്, ഹെഡ് ആ ചിരി എനിക്ക് ഇഷ്ടമായി. ഫസ്റ്റ് നൈസ് വൺ. ലെവൽ ക്രോസ്. ഞാനത് പറയാൻ നിൽക്കായിരുന്നു, നീ ലെവൽ ക്രോസ് ചെയ്യുന്നുണ്ട്. ഞാനൊന്ന് ലെവൽ ക്രോസ് ചെയ്തു. ഇവിടെ ഇതിന് താഴേക്ക് വീഴുന്നതിന് മുൻപ് അവിടെ ചെന്ന് മോളിൽ തന്നെ സിനിമയിലെ ആസിഫ് അലിന്റെ ക്യാരക്ടർ, അതിന്റെ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്, കാണാം. അല്ല, ഞാൻ ചോദിച്ചു ചോദിക്കട്ടെ, ഈ ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിടുമ്പോഴേ അതിൽ ആ ക്യാരക്ടറിന്റെ പേര് അതെന്തല്ല, പേരില്ലാത്ത ക്യാരക്ടർ ആയിരിക്കും. അപ്പൊ ക്യാരക്ടർ ലുക്ക് അല്ലേ ഡോ പോടോ അങ്ങനെയൊക്കെ വിളിക്കണ്ടാവുള്ളൂ. അങ്ങനെയാണോ? അല്ലല്ല, ക്യാരക്ടർ നെയിം ഒക്കെ ഉണ്ട്, അതൊക്കെ എനിക്കറിയാം. ഓക്കെ ഓക്കെ, അടുത്ത കിഴി. ടർബോ ബൈ എയർലി, സാധാരണ ലേറ്റ് ആയിട്ടാണല്ലോ വരാറുള്ളത്. ഓക്കെ, അടിച്ചമർത്താനുള്ള വരവായിരിക്കും. ടർബോ സിനിമയുടെ ഒരു പ്രൊമോ സോങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉടനടി അതിൻ്റെ സംഭവങ്ങളൊക്കെ പുറത്ത് വന്നേക്കാം. എന്തായാലും ലൊക്കേഷൻ സ്റ്റില്ല്, ലൊക്കേഷൻ വീഡിയോ ഒക്കെ വരുന്നത് വേറെ ലെവലായിട്ടാണ്. മമ്മൂക്കയുടെ ഒരു എഴുത്തുണ്ട്, സൈസ് പിക്ക്. എൻ്റെ മോനെ പക്കാ ബിലാൽ തന്നെ, താനി ബിലാൽ നമ്മൾ പറയില്ലേ, താനി രാവണൻ, അതുപോലെ താനി ബിലാൽ അതേപടി. 12 എത്ര വർഷമായി? 12 വർഷമല്ലേ? 12 അല്ല, 8 2008 എത്ര വർഷമായി? 16 വർഷം. അങ്ങനെയാണെങ്കിൽ 2008 തന്നെയല്ലേ? 2008 തന്നെ, ഓർമ്മ കറക്റ്റ് കിട്ടുന്നില്ല. 2008, 2009 ആ ഒരു ടൈം. അപ്പോൾ എന്തായാലും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ബിലാലായിട്ട് തന്നെ. ഞാൻ കഴിഞ്ഞ ആ സമയം കൊണ്ട് 16 വയസ്സ് കുറഞ്ഞേക്കാണ്. ബിലാലിനെക്കാട്ടിലും വയസ്സ് കുറഞ്ഞു. അതല്ല പ്രശ്നം എന്നറിയോ, അമൽനീരത്തിന്റെ ടെൻഷൻ തന്നെയാണ്. എന്താ കാര്യം എന്നറിയോ, പടം എങ്ങാനും പൊട്ടിയാലേ, അത് ബിലാൽ ഇറക്കിയിട്ട് പൊട്ടൂല എന്നാലും നമ്മൾ വെറുതെ പറയാണ്, രസത്തിന് പറയാണ്. പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് ചില സാഹചര്യങ്ങളിൽ അത് കൊണ്ടുപോയി നടന്റെ തലയിൽ കൊണ്ടിടാം. ഇതത് പറ്റൂല, കാരണം ആള് ബിലാലിനെ തകർത്തോളും. അപ്പൊ സ്റ്റോറിയോ ഡയറക്ഷനോ അതിലെ പാളുള്ളൂ. അടുത്തത് SK24 സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് സിബി ചക്രവർത്തി, ഡോണിന്റെ ഡയറക്ടർ തന്നെയാണ്. അപ്പം SKന്റെ അടുത്തൊരു അഴിഞ്ഞാട്ടം കാണാൻ പറ്റുമായിരിക്കും. എന്തായാലും ആളൊരു സ്റ്റില്ലൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത കിഴി തഗ് ലൈഫ്. ഇതാ പറഞ്ഞ സാധനം തന്നെ. ഫസ്റ്റത്തെ ചിരി കുറച്ച് കൂടി പോയായിരുന്നോ എന്നൊരു സംശയം. അല്ലെങ്കിൽ നമ്മൾ തല കുറച്ച് ഇത്രക്ക് പൊക്കിയാ അത് അതിനേക്കാളും താഴേണ്ടി വരും. അത്രയല്ല, അതിലും താഴേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നു, പോക്ക് കണ്ടിട്ട്. എന്തായാലും തഗ് ലൈഫ് സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. ചിത്രം ഒരു വലിയ റെക്കോർഡ് ഇരിക്കുകയാണ്. ലിയോ സിനിമയാണ് ഇത് മറികടന്നിരിക്കുന്നത്. അതായത് ഓവർസീസ് റൈറ്റ്സിൽ ഏറ്റവും കൂടുതൽ പൈസ വാങ്ങിയിട്ട് ഓവർസീസിന് റൈറ്റ്സ് പോയിരിക്കുന്ന സിനിമ ഇത് തഗ് ലൈഫ് ആണ്. ഓക്കെ, 63 കോടിക്കാണ് കേട്ടോ കേൾക്കുന്നത്. 60 കോടിക്കായിരുന്നു ലിയോ. അപ്പോൾ 3 കോടിൻ്റെ വലുപ്പം കൂടുതലാണ് ഇതിന്. അടുത്തത് ഒപ്പം റീമേക്ക്. ഒപ്പം സിനിമയുടെ ഹിന്ദി റീമേക്ക് പ്രിയദർശൻ സംവിധാനം ചെയ്യുന്നു. സെയ്ഫ് അലി ഖാൻ നായകനായിട്ട് വരുന്ന സിനിമയിൽ ബോബി ഡിയോൾ വില്ലനായിട്ട് എത്തുമെന്നാണ് കേൾക്കുന്നത്. ഓക്കെ, നമ്മുടെ സമുദ്രകനി ചെയ്ത കഥാപാത്രം അല്ലേ? ഓക്കെ, ഇടില്ല പെണ്ണെ നിന്നെ ഇടില്ല. കഴിഞ്ഞല്ലോ, 2 തന്നിട്ട് ഇരിക്കല്ലേ തലക്ക്. അടുത്ത് തരാം. ഇന്ത്യൻ 2 ഇത് സ്പെഷ്യലാണ് അളിയാ, വേറെ ലെവല്, വേറെ ഐറ്റം അളിയാ. ഇങ്ങനെ വലിച്ചില്ലേ ആ സാധനം കണ്ടോ, എനിക്കെന്തോ സാധനമായിട്ട് ഓർമ്മ വരുന്നുണ്ടല്ലോ. ഏത് സാധനടാ? മാളങ്ങനല്ല, മാള വേറെ, അതിപ്പോ കാണിക്കണ്ട. അപ്പൊ ഈ അറിയും ശങ്കരാടി അത് വേണ്ട, അപ്പൊ അത് അവിടെ ഇരിക്കട്ടെ, മാളിനെ കാണിക്കുന്നില്ല. ഇത് നമ്മുടെ ബാബു ആന്റണിന്റെ
ആ മറ്റേ സാധനം നാടോടി അതിലല്ലേ എങ്ങനെ വലി എനിക്ക് അങ്ങനെ ലുക്കുണ്ട്. ഇപ്പൊ ആ ലുക്കായോ? ഹെയർ സ്റ്റൈല് കുറച്ച് നീട്ടി വളർത്തിയാണ്ടല്ലോ. ഒന്ന് ചിരിച്ചങ്ങനെ. ഓക്കെ. ഇന്ത്യൻ ടു സിനിമയില് സുഭാഷ് ചന്ദ്രബോസ് കാമിയോ റോൾ ഉണ്ടാവുന്നു. സുഭാഷ് ചന്ദ്രബോസ് ഇത് കോമഡി അല്ല, റിയലാണാ. അതായത് സുഭാഷ് ചന്ദ്രബോസിന്റെ AI VFX വർക്ക് ചെയ്തിട്ട് കാമിയോ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് കേൾക്കുന്നത്. ഇതിനെന്തെങ്കിലും നിയമപരമായിട്ടുള്ള തടസ്സങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നിയമപരമായിട്ടുള്ള തടസ്സം ഉണ്ടാവാൻ ചാൻസ് കൂടുതലായിരിക്കണം. ഉണ്ടാവുമോ? ഉണ്ടാവാനാണ്. പേര് ചെറുതായിട്ടൊന്ന് മാറ്റിയാ പോരെ? പേര് മാറ്റിയിട്ട് ഇത് ആ സുഭാഷ് അല്ല, അത് സുഭാഷ് സുഭാഷ് എന്ന് പറഞ്ഞാ പോരെ? അടുത്തത് സലാർ 2. ഇപ്പോഴാണ് പാട്ട്. വീട്ടില്ല പെണ്ണെ നിന്നെ. സലാറല്ലേ? ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. സലാർ 2 അത് നീ വെയിറ്റ് ചെയ്യാനുള്ള സാധനങ്ങളാ വരാൻ പോണത്. എന്താണ്? സിനിമയില് ഷൈൻ ടോം ചാക്കോ പ്രധാന വേഷത്തിലെത്തും എന്നാണ് ഭയങ്കരമായിട്ട് റൂമർ കേൾക്കുന്നുണ്ട്. മേ ബി ഉണ്ടായേക്കാം. ആള് തെലുങ്കിലൊന്ന് മുഖം കാണിച്ചതാണല്ലോ ദസറയില്. അതെ, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ ഒന്നും പറയാനില്ല. ഒന്നും പണയണ്ട. അല്ല, തെലുങ്കായിട്ട് കാണാം നമുക്കല്ലേ? പിന്നെന്താ, അങ്ങനെ കണ്ടാ മതി, എന്നാലേ മനസ്സിലാവുള്ളൂ. മലയാളമായിട്ട് കണ്ടാൽ മനസ്സിലാവില്ല. ഇനി സലാറിന്റെ ഒന്നും മലയാളത്തിൽ ഞാൻ വരൂല കേട്ടോ. ഒന്നില്ലേ തമിഴ് അല്ലെങ്കിൽ തെലുങ്ക് തന്നെ കണ്ടാലോ ഒന്നും മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ. അടുത്തത് നമ്മൾ മലയാളം ഉണ്ട്. നമ്മൾ മലയാളം ആണല്ലേ? തമിഴ് തരും മലയാളം. വമ്പൻ ദുരന്തായിരുന്നു. ഓക്കെ. എന്തായാലും സൂര്യ 44 സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. ഈ സാധനം കണ്ടിട്ടുണ്ടോ? വൺ മാൻ ഷോയില് ലാല്. ഓക്കെ. നമ്മുടെ സൂര്യ 44ന്റെ ബിഗ് അപ്ഡേറ്റ് ആണ്. ജൂൺ 2 സിനിമയുടെ ഫസ്റ്റ് ഷെഡ്യൂൾ തുടങ്ങും എന്നുള്ളതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. എവിടെ വെച്ചിട്ട്? ആന്തമാനിൽ വെച്ചിട്ട്. അത് 40 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരൊറ്റ സ്ട്രെച്ചിൽ പോകുന്ന ഒരു ഷെഡ്യൂളായിരിക്കും. അതിനുശേഷം ഊട്ടിയിലേക്ക് ഇവർ ഷിഫ്റ്റ് ചെയ്യും. അടുത്ത ഷെഡ്യൂൾ ഊട്ടിയിൽ തുടങ്ങും എന്നുള്ളതാണ് കേൾക്കുന്നത്. പൂജ ഹെഗ്ഡെയാണ് നായിക. ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞാണ്, പക്ഷെ വെറുതെ പറഞ്ഞു എന്നുള്ളൂ. സിനിമേന്റെ ഇത്രയും മോളിക്കുന്ന സിനിമ വെറുതെ ആ നായികന്റെ പേര് പറഞ്ഞ് ഇങ്ങനെ എനിക്ക് തോന്നി. ഇരുന്നോ തോന്നി. അപ്പൊ ഞാൻ എടുത്തു പറഞ്ഞു. കാർത്തിക് സുബ്രാജ് അല്ലേ? അറിയാം. നീ പറയുന്ന കാര്യങ്ങള് നീ എനിക്ക് വിശദീകരിച്ച് തരരുത്. നീ എന്തിനു വേണ്ടിയിട്ടായിരിക്കും അത് പറയാ? പ്രേക്ഷകരോടെയാണ് പറഞ്ഞു കൊടുക്കാം. അവർക്ക് ചിലപ്പോ പിടുത്തം കിട്ടാതെ ഉണ്ടാവും. സ്ഥിരം കാണുന്നവർക്കൊക്കെ നന്നായിട്ട് അറിയായിരിക്കും. അടുത്തത് നെസ്ലൻ ഡൊമിനിക് അരുൺ. നെസ്ലനെ വെച്ച് ഡൊമിനിക് അരുൺ, അതായത് തരംഗം ഡയറക്ടർ, സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമ വേഫെയർ ഫിലിംസ് ആണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. അടുത്ത കിഴി L360 ലാലേട്ടന്റെ. എണീറ്റ് പോകണം നല്ല ആഗ്രഹമുണ്ട് ലാലേട്ടന്റെ. പക്ഷെ നിങ്ങൾ കളിയാക്കും, അതുകൊണ്ട് ഞാൻ പോകില്ല. ലാലേട്ടന്റെ 360ാമത്തെ ചിത്രം. ആ ചിത്രത്തിലെ നമ്മുടെ ലാലേട്ടന്റെ കഥാപാത്രം ഉണ്ടല്ലോ, ആ കഥാപാത്രത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതായത് GAD, ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ. ഈ ഒരു പ്രശ്നമുള്ള ആളാണ് ഇതിൽ ലാലേട്ടൻ. അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ, അതായത് പെർഫോമൻസ് വരുന്ന അല്ലേ, ക്യാരക്ടർ വരുന്ന ഒരു സിനിമ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഒരു ഭ്രമരം സ്റ്റൈലൊക്കെ സാധനം വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അത്രയ്ക്കും ഭീകരമായിരിക്കില്ല. ഇതൊരു എല്ലാവർക്കും ഉള്ളൊരു സാധനമാണ്. ഇതൊരു കോമൺ ഡിസോർഡർ ആണ്. അതായത് നമുക്കൊക്കെ ഉണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഫേസ് ചെയ്യാനുള്ള പ്രശ്നം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമോ എന്നുള്ള ടെൻഷൻ, ഒരു പേടി. അപ്പം നമുക്ക് വരുന്ന ചില വെപ്രാളം, പിന്നെന്തൊക്കെയാന്ന് പറയാം, നമ്മൾ വേർക്കും, ഷിവർ ചെയ്യും, ചിലപ്പോൾ ആ രീതിയിലുള്ളതിന്റെ കുറച്ച് മുകളിൽ നിൽക്കുന്ന ഭ്രാന്ത് തന്നെ. ചുരുക്കി ഒറ്റവാക്കി പറയുകയാണെങ്കിൽ ഭ്രാന്ത്. അതന്നെ. അതെ, എന്തായാലും ആ കഥാപാത്രമാണ്. തകർക്കും ലാലേട്ടൻ. ഓക്കെ. എടുക്കണം വലിയ ആഗ്രഹമൊന്നുമില്ല, പിന്നെ അങ്ങ് എടുക്ക്, അങ്ങ് കലക്കി കൊടുക്ക്, കലക്കി തരട്ടെ ചില.
LCU ഷോർട്ട് ഫിലിം. ഓഹോ, കനത്തിലൊന്നും പിടിച്ചതാ LCU എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഷോർട്ട് ഫിലിം ഒക്കെ ചുരുക്കി അത്രയല്ലേ വരൂ. കനുണ്ട്, ഷോർട്ട് ഫിലിം ആണെങ്കിലും കനുണ്ട്. എന്താണെങ്കിലും ഷോർട്ട് ഫിലിം 4 ഭാഗങ്ങളായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഹാപ്പി. നമ്മൾ സന്തോഷവാന്മാരാണ് അത് കേട്ടപ്പോ. അപ്പൊ ഇത് കേൾക്കുന്നവരെ 4 എണ്ണത്തിന് 4 സെപ്പറേറ്റ് കോപ്പിറൈറ്റ് തരാം. മറ്റേത് ഒന്നേ കിട്ടും. അങ്ങനെ തരരുത്. കോപ്പിറൈറ്റ് ഇല്ലെങ്കിൽ അതീവ സന്തോഷവാന്മാരായി മാറും. സൂപ്പർ. ഓക്കെ ഓക്കെ. എന്തായാലും സിനിമയുടെ മ്യൂസിക് ചെയ്യുന്ന ഈ ഷോർട്ട് ഫിലിം മ്യൂസിക് ചെയ്യുന്നത് അനിരുദ്ധാണ്. അതങ്ങനെ ആവണല്ലോ. പിന്നെ ഇതിൽ അഭിനയിക്കുന്നത് കാളിദാസ് ജയറാം, നരയൻ, പിന്നെ അർജുൻ ദാസ്, പിന്നെ അനിരുദ്ധും. അനിരുദ്ധം അഭിനയിക്കുന്നത് എന്തിനാണാവോ? എന്തെങ്കിലും കഥാപാത്രമായിരിക്കും. ആളായിരിക്കും മേ ബി ആദ്യം തട്ടിപ്പോകുന്നത്. അതിനുശേഷമാണല്ലോ നമ്മുടെ ബാക്കിയുള്ളത്. ഇപ്പൊ 2 പേരെ ബാക്കിയുള്ളത് അതില് ഏത് ഷോർട്ട് ഫിലിമിൽ നിന്ന് വരാൻ പോകുന്ന 2 ബാക്കിയുള്ള കഥാപാത്രങ്ങളാണ് അർജുൻ ദാസും നരയനും. ബാക്കിയൊക്കെ പോവും. ഓക്കെ, അടുത്ത കിഴി റാം കെയർ ഓഫ് ആനന്ദി. ആഹാ, വമ്പൻ ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ്. ഒരു നാളിൽ ട്രെൻഡ് ആയിട്ടുള്ള, അതായത് സ്റ്റോറികൾ ഭരിച്ചുകൊണ്ടിരുന്ന ബുക്ക്. ആ ബുക്കിൻ്റെ സിനിമ ആവിഷ്കാരം വരുന്നു എന്നുള്ളതിൻ്റെ ചെറിയ ഒരു റൂമേഴ്സ്, സോഷ്യൽ മീഡിയ റൂമേഴ്സാണ്. നമ്മുടെ അനുഷ പിള്ളை, നമ്മുടെ നിവിൻ പോളിയെ കണ്ടിട്ടുണ്ട്. സിനിമ സംഭവിക്കും എന്നുള്ളതിൻ്റെ സൂചനയാണ്. സംസാരിച്ചിരുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത് കേട്ടോ. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നറിയില്ല. എന്താണെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ നിവിൻ പോളി നായകനായിട്ട് വരുന്ന അടുത്ത സിനിമയായിരിക്കും ഇത്. ഇത് കുറച്ചായി കണ്ടിട്ട് നമ്മളിത് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ നിവിൻ പോളിയുടെ ടീം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിവിൻ പോളിയുടെ ഏത് ടീം? നിവിൻ പോളിയുടെ ബന്ധപ്പെട്ട ടീമല്ല, നിവിൻ പോളി ഫാൻസ്, ആരാധകർ, ഒരുപാട് പേജുകൾ ഉണ്ടാവുമല്ലോ. അവരൊക്കെ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളത് ഉൾപ്പെടുത്താത്തത് അത് ചോദിച്ചു. അടുത്തത് ഓക്കെ, റാം. ആഹാ, ഞാനൊരു റാം അല്ല ഇപ്പൊ തന്നത്. നീ റാം കെയർ ഓഫ് ആനന്ദിനി വന്നില്ല, നമ്മുടെ റാം മാത്രമേ ഉള്ളൂ. നമ്മുടെ ലാലേട്ടന്റെ ജിത്തു ജോസഫ് മൂവി സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മെയ് 21 എത്തും എന്നുള്ള വളരെ ശക്തമായ റൂമറുകൾ പുറത്തുണ്ട്. ഞാൻ വിശ്വസിച്ചിട്ടില്ല. നീ വിശ്വസിച്ചോടാ? ഇതാണ് ഞാൻ ഇവനെ പുറത്തുവിടാത്തത്. പുറത്ത് പോയാൽ പുറത്തുള്ളതൊക്കെ കൊണ്ടുവരും. നീ വിശ്വസിച്ചോ? ഞാൻ വിശ്വസിക്കൂല. കാരണം അത് ഷൂട്ട് ഇനി നീണ്ടു പോകുന്നു. അതിനിപ്പോ എന്താ ഫസ്റ്റ് ലുക്ക് ഇറക്കുന്നതിന് നീ വിശ്വസിക്കും. അന്ന് 21-ാം തീയതി അല്ല, ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. കഴിഞ്ഞതാണല്ലോ. അതിന്നൊരു കിടല സാധനം ഇറക്കും, എന്നിട്ട് അങ്ങ് തരും 21-ാം തീയതി. അത് മേടിച്ച് മിണ്ടാണ്ട് അവിടെ ഇരുന്നോണം. തന്നാ മിണ്ടായിരിക്കൂല, തന്നാ പിന്നെ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇപ്പം ഉണ്ടായിരിക്കുന്നത് പോലെ അല്ല. അപ്പം ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതാണല്ലോ മനുഷ്യന്മാരുടെ സ്വഭാവമാണല്ലോ. കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെ കിട്ടണം തന്നെയല്ലേ. അത് നമ്മള് മന്തി കഴിക്കാൻ പോയിരിക്കുമ്പോഴേ ആദ്യം പ്ലേറ്റ് വരും, വെള്ളം വരും, പിന്നെ സോസും വരും. അപ്പൊ പിന്നെ നമുക്ക് മന്തി കിട്ടാതെ നമുക്ക് പിന്നെ ഇപ്പൊ എന്ത് തേങ്ങ മന്തിന്റെ കാര്യം ഇവിടെ പറഞ്ഞത്. നല്ല ബീഫ് മന്തി വേണോ, മട്ടൻ വേണോ, ചിക്കൻ വേണോ? അൽഫാം വെച്ച് പിടിച്ചിട്ടുള്ള അൽഫാം അത് നോർമല്. പെരി പെരി അൽഫാം കുറച്ചുകൂടെ എരിയുള്ള സാധനം, കുറച്ച് എരിയും. ഹണി ചിക്കൻ, അതായത് ഈ പെരിപരിയുടെ മുകളിൽ ലേശം ഹണിയൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു സാധനം, അത് വേണം. അത് ഇതൊക്കെപ്പാടെ വേണോ? ഇത്തിരി സമാധാനം തരും. ഇപ്പൊ ആവശ്യമില്ലാത്ത ഓരോന്നും പറഞ്ഞോണ്ട് സന്തോഷം തന്നിട്ട് കാര്യമില്ല, മേടിച്ചു തരണം. ഇവനെ ഭയങ്കര ഡിപ്രഷനിൽ പോയിരുന്ന എന്തോ ഒരു വിഷമം എന്നെ അറിയിച്ചു. സംഭവം ചെറുതാ ആകെ കൈവിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ച്. അപ്പം ഞാൻ ഇവിടെ പറഞ്ഞേ സത്യം ഇവന് ഓർമ്മ ഉണ്ടാവില്ല, കാരണം ഞാൻ പറഞ്ഞുതരാം, കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇവൻ വിഷമമുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ച്. ഞാൻ പറഞ്ഞു മന്തി കഴിക്കാൻ പോയല്ലോ. എന്ത് മന്തി? ഇതേപോലെ എല്ലാം കണ്ട് വിശദീകരിച്ച് പറഞ്ഞേ. അപ്പോൾ ആളുടെ ഡിപ്രഷന് കാരണമായ പ്രശ്നവും എല്ലാം മറന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു, അല്ല എന്താ നിൻ്റെ പ്രശ്നം? ലാസ്റ്റ് പ്രശ്നമോ ആർക്ക്? നമുക്ക് മന്തി കഴിക്കാൻ പോയാലോ, ഇപ്പം അതാണ് എൻ്റെ പ്രശ്നം, മന്തി കിട്ടാത്തത്. അപ്പം ഇനി എന്തായാലും ഈ എപ്പിസോഡ് കഴിയുമ്പോൾ മെയിൻ പ്രശ്നം അതായിരിക്കും, മന്തി കിട്ടാത്തത്. മട്ടൺ അങ്ങനെയാണെങ്കിൽ പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്കൊരു കോൾ ചെയ്യും. ഡിപ്രഷനിൽ പോയിട്ട് പ്രശ്നത്തിലാണ്. പട്ടി ഇതെടുത്ത് വെച്ചിട്ട് നീ പറഞ്ഞിട്ടില്ല. ഞാൻ തുറന്നായിരുന്നോ? തുറന്ന് കിഴി അവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതാ, ഇനി അത് നാളെ നോക്കാം.
അടുത്ത കീഴ് നോക്കട്ടെ. എന്താണോ ഓക്കെ. ഏത് കാർത്തികേ കർണിക കർണിക കാർത്തിക എൻ്റെ 18ാമത്തെ ലവർ. അല്ലാതെ ആ പേര് കയറി വരില്ല. പേരുകളൊക്കെ അപ്പൊ 18 പേരുകൾ ഏതൊക്കെയാന്ന് ഓർത്ത് വെച്ചിട്ടാണോ ഇനി എഴുതുമ്പോൾ ഒഴിവാക്കാൻ. ഇല്ലെങ്കിൽ അതിനുവേണ്ടി കുറെ സമയം ഇവിടെ ചെലവഴിക്കേണ്ടി വരും. അപ്പൊ ഈ ഇത് ലാസ്റ്റ് കണക്കുട്ടിയോ? ലാസ്റ്റ് ഉറപ്പിച്ചു 18 ലാസ്റ്റ് അല്ല, 18ാമത്തെ പേരാണെന്നുള്ളൂ. അത് ലാസ്റ്റ് പേരാണെന്നല്ല. ഓക്കെ. കർണിക സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. അല്ലേ, ഇതിൽ ആരാ അഭിനയിക്കുന്നടാ? ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ ആരെ കാണുന്ന അവര്. പ്രിയങ്കയുടെ ഒരു ചായ ഉണ്ട്. പ്രിയങ്കയുടെ ചായ ഉണ്ടെന്ന്. പ്രിയങ്കയുടെ ചായ അല്ല, പ്രിയങ്കയുടെ കാപ്പി എന്ന് പറഞ്ഞത്. പ്രിയങ്ക. അപ്പൊ എന്തായാലും സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കേട്ടോ. എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം. എപ്പിസോഡൊക്കെ തീർന്നു, തളർന്ന് പണ്ടാരം അടങ്ങിയിട്ടുണ്ട്. ഇനി ഇച്ചിരി മന്തി വെച്ചാലേ ഓണാവുള്ളൂ. പോവാം. എന്റെ ചിരി മായാൻ പോകുന്നു. ബൈ. എന്ത് നേരത്തെ അല്ല, ഇതാണ് ഞാനാ ചിന്തിച്ച. ഏത് നേരത്താണ് നീ എന്തിനാണ് അതിന്റെ ഇടയ്ക്ക് മന്തിന്റെ കാര്യം പറഞ്ഞത്? ഞാൻ ആലോചിച്ചു. എനിക്കുണ്ട് ആഗ്രഹങ്ങൾ. നിനക്ക് മാത്രല്ലല്ലോ മന്തി ഇവിടെ മന്തി ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരു കമന്റ് ഇല്ലാത്തവർ നല്ലൊരു ചോദ്യം.